കാത്തിരിപ്പിന്റെ സുഖം അത് വേറെ തന്നെയാണ്. എന്നാൽ ആ കാത്തിരിപ്പ് നിരാശയും ദേഷ്യവും എല്ലാമായി മാറിയാലോ? ആരാധകർ തുടങ്ങി താരങ്ങൾ വരെ ആ നിരാശയും ദേഷ്യവും ഇപ്പോൾ അനുഭവിക്കുന്നു. പറയുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, ഇന്ത്യയിലെ 1ാം ഡിവിഷൻ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് തന്നെയാണ്. വെള്ളാനകളുടെ നാട് സിനിമയിൽ നടൻ പപ്പു പറയുന്നത് പോലെ ഇപ്പൊ ശരിയാക്കി തരാമെന്നല്ലാതെ കൃത്യമായൊരു മറുപടിയോ ഉറപ്പോ ഇപ്പോഴുമില്ല. ഡിസംബറിൽ നടക്കും, ജനുവരിയിൽ നടക്കും, സൂപ്പർ കപ്പിന് ശേഷം നടക്കും, അങ്ങനെ ലഭിച്ച മറുപടികൾ പലതരമായിരുന്നു. ഒരു സീസൺ അവസാനിച്ച് പുതിയൊരു സീസണിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ മറ്റൊരു അപ്ഡേഷൻ കൂടി എത്തുന്നുണ്ട്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെന്നാണ് ക്ലബ്ബുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ക്ലബ്ബുകൾക്ക് സ്പോൺസർമാരെയും നിക്ഷേപകരെയും ദീർഘകാല പങ്കാളികളെയും കണ്ടെത്താനാകും വിധം വാണിജ്യപരമായ ഇളവുകൾ ഉണ്ടാകണം എന്നതാണ് ആ ആവശ്യം. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച ക്ലബ്ബുകളിൽ ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെട്ടിട്ടില്ല. ഈ മാറ്റം വരുത്താതെ ISL ഏറ്റെടുക്കൽ പ്രയാസമാണെന്നും ക്ലബ്ബുകൾ ഫെഡറേഷൻ അയച്ച കത്തിൽ പറയുന്നുണ്ട്. അപ്പോ ലീഗ് ക്ലബ്ബുകൾ ഏറ്റെടുത്ത് നടത്തുമോ? സ്പോൺസർമാരില്ലാതെ മുടങ്ങിയ ലീഗ് ക്ലബ്ബുകൾ ഏറ്റെടുത്ത് നടത്താമെന്ന നിർദ്ദേശത്തോട് ഫെഡറേഷൻ ഗ്രീൻ ഫ്ലാഗ് ഉയർത്തുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ISL നടത്തിപ്പിന് ക്ലബ്ബുകളുടെ കൺസോർട്ടിയം രൂപീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ക്ലബ്ബുകൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ക്ലബ്ബുകൾക്കൊപ്പം ഫെഡറേഷനും മറ്റു നിക്ഷേപകരും ചേർന്നതാകും ഈ കൺസോർട്ടിയം. ഫെഡറേഷനും ക്ലബ്ബുകളും സംയുക്തമായി ലീഗിന്റെ ചിലവ് വഹിക്കണം. TV സംരക്ഷണത്തിൽ നിന്നുള്ള വരുമാനം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗിച്ച് ചിലവഴിക്കുന്ന ഈ ഫണ്ട് തിരികെ പിടിക്കാനാകുമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഈ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഫെഡറേഷൻ തയ്യാറാണെന്നും നിയമവശങ്ങൾ ക്രമീകരിക്കുന്നതിനായി ഉടൻ സംയുക്ത യോഗം ചേരാമെന്നും ഫെഡറേഷൻ അറിയിച്ചു. ഈ അനിശ്ചിതത്വങ്ങൾ എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് താരങ്ങളും ആരാധകരും. ഏതായാലും കഴിഞ്ഞ സീസൺ വരെ ISL സംഘാടനം നിർവഹിച്ച FSDLുമായുള്ള കരാർ ഈ കഴിഞ്ഞ ഡിസംബർ 8-ന് അവസാനിച്ചു. ഇതിനിടയിൽ ISL പുതിയ സീസൺ ആരംഭിക്കാനുള്ള സാധ്യത മങ്ങിയതോടെ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. അതിനെല്ലാം ഇടയിലാണ് ഫുട്ബോളിന്റെ മിശിഹായുടെ വരവ്. മെസ്സിയുടെ ആ വരവ് ആരാധക കൂട്ടത്തിന് ആവേശവും ഒരു ഇമോഷനുമെല്ലാം തന്നെയായിരുന്നു. എന്നാൽ മില്യൺസ് ഫോർ മെസ്സി, 0 ഫോർ ഇന്ത്യൻ ഫുട്ബോൾ, മിശിഹായുടെ വരവ് നമ്മുടെ കുട്ടിത്താരങ്ങളെ എത്രത്തോളം ഇൻസ്പയർ ചെയ്തു എന്നിങ്ങനെ നീളുന്നു സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചകൾ. അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ പരിശീലനവും മറ്റു നടപടികളും നിർത്തിവെക്കുന്ന നിലയിലേക്ക് ചില ക്ലബ്ബുകൾ നീങ്ങി. പുതിയ സീസണിന് വേണ്ടിയുള്ള ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സ് FC പുറത്തിറക്കിയിരുന്നു. എന്നാൽ ആ ജേഴ്സിയൊക്കെ ഇട്ട് കളിക്കാൻ ലീഗ് നടക്കുമോ എന്ന് ആരാധകരും ചോദിക്കുന്നു. ഹൈദരാബാദ് FC എന്ന തങ്ങളുടെ പേര് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി എന്ന് മാറ്റിയാണ് അവരുടെ വരവ്. അങ്ങനെ ക്ലബ്ബുകൾ ലീഗ് തുടങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ്. എത്രയൊക്കെ ചർച്ചകൾ നടത്തിയിട്ടാണെങ്കിലും ആരൊക്കെ ഇടപെട്ടിട്ടാണെങ്കിലും അണിയറയിൽ ഒരുക്കങ്ങൾ നടത്തുന്ന ക്ലബ്ബുകൾക്കും തങ്ങളുടെ താരങ്ങൾ മൈതാനത്ത് പന്ത് തട്ടുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്കും ഈ പ്രതിസന്ധികൾ എന്ന് നീങ്ങും എന്ന് കൃത്യമായ ഒരു അറിയിപ്പ് നൽകണമെന്നേ ഇനി പറയാനുള്ളൂ.